ഓൾട്ടോ LXi ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. 12 മോഡൽ സ്വിഫ്റ്റ് LDI. ഡീസലാണ്. 2012 ഡീസൽ സ്വിഫ്റ്റ്. അതെ. ബലാന 2018. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഡിസയർ ഓട്ടോമാറ്റിക് ആണ്. VX ഓട്ടോമാറ്റിക്. 2020 മോഡൽ ഓൾട്ടോ കേട്ടൺ. ഇത് 2012 ആണ്. 12 LXi മോഡലാണ്. ഗ്രാൻഡ് ഐറ്റൻ 2015 മോഡൽ മാഗ്ന. സിംഗിൾ ഓണർഷിപ്പ്. ഇത് 2022 മോഡൽ. ഓട്ടോമാറ്റിക്. അടുത്ത ഓട്ടോ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് ട്രൂവാലുവിലാണ്. തിരുവനന്തപുരം തൈക്കാട് പോലീസ് ഗ്രൗണ്ടാണ് ലൊക്കേഷൻ വരുന്നത്. ഒരു ഈ മാസം എൻഡ് ആയപ്പോഴത്തേക്കും ഒരു ഡിസ്കൗണ്ട് സെയിൽ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്സസറീസ് ഓഫർ വരുന്നുണ്ട്, ഇതുമാതിരി കുറച്ച് ഓഫറുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ഗ്രൗണ്ട് ഓപ്പോസിറ്റ് ആണ്. അപ്പം നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സജീവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഈ മാസം അവസാനം ആയപ്പോഴത്തേക്കും എന്താണ് ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത്? നമുക്ക് എല്ലാ മാസം മേളയായിട്ടല്ലേ നടത്തിക്കൊണ്ട് നമുക്ക് ഈ മാസം നമുക്ക് ഒരു 5000 രൂപ ആക്സറീസ് ഓഫറായിട്ട് ഇനി ഈ മാസം ഫുൾ എടുക്കുന്ന ആൾക്കാർക്കെല്ലാം സ്പോട്ട് ബുക്കിങ്ങിന് എല്ലാം 5000 രൂപ ആക്സറീസ് ഓഫർ. മാരുതിയുടെ ജെന്യൂൻ ആക്സറീസ് ഓഫർ. ഒറിജിനൽ ആക്സറീസ് 5000 ഒറിജിനൽ ആക്സറീസ് ഓഫർ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രം പോലീസ് ഗ്രൗണ്ട് ഓപ്പോസിറ്റ് തൈക്കാട്. ഓക്കെ. ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം മുതൽ? ലോൺ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് 14 ലോൺ സ്റ്റാർട്ട് ചെയ്യാം. 2014. ഓക്കെ. സജയുടെ ഫസ്റ്റ് നമുക്ക് ഒരു ബഡ്ജറ്റ് കാര്യം സ്റ്റാർട്ട് ചെയ്യല്ലേ? അതെ, തീർച്ചയായും. ഓൾട്ടോ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2009 ഓൾട്ടോ LXi ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. കിലോമീറ്റർ 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. 1.5 ലക്ഷം ഓടിയല്ലേ? 29 വരെ പേപ്പർ ഉണ്ട്. 29 പേപ്പർ ഉണ്ട്. ഓക്കെ. അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം. അതെ, LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? AC വർക്കിംഗ് ആണോ? വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സജയുടെ പ്രൈസ് എങ്ങനെ വരുന്നത്? 96,000 രൂപ കൊടുക്കാം. നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും. ഓക്കെ. സജയുടെ നെക്സ്റ്റ് ഓൾട്ടോ കേട്ടൺ. ഇത് 2012 ആണ്. 12 LXi മോഡലാണ്. 72,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. ഓക്കെ. LXi അല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ അത്യാവശ്യം കുഴപ്പമില്ല, ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ടയർ ഉണ്ട് അല്ലേ? ഇന്റീരിയലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. സീറ്റ് ഫാബ്രിക് ആണ്. അതൊരു സോണിയുടെ സ്റ്റീൽ ഇരിപ്പുണ്ട്. 2 ഡോർ പവറിന്റെ AC പോസ്റ്റ് ഇല്ല, പവറിന് വരുന്നില്ല. AC പവർ സ്റ്റിയറിംഗ് മാത്രം. സെൻട്രൽ ലോക്കും ഉണ്ട് അല്ലേ? ഓക്കെ. വേറെ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെ വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇത് 1.75. 1.75 നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? ആണ്. ഓക്കെ. ഫിനാൻസ് 12 കയറില്ലല്ലോ? കയറത്തില്ല. അപ്പോൾ അടുത്ത വണ്ടി വാഗണാർ. 2016. ഓക്കെ. VXi മോഡൽ. VXi ആണല്ലേ? ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ ഓടിക്കുക 41,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. 41,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇന്റീരിയൽ അത്യാവശ്യം ടയർ കുഴപ്പമില്ലാത്ത ടയറുണ്ട്. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4 ഡോർ പവറിന്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. വേറെ മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ പറഞ്ഞായിരുന്നു? കിലോമീറ്റർ 41,000. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 370 വരുന്നത്. 370 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. നെഗോഷ്യബിൾ ആയിരിക്കും. ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 2016 ആയതുകൊണ്ട് നമുക്ക് 5 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാം. 5 വർഷം ചെയ്യാൻ പറ്റും. അതിവിടെ നെക്സ്റ്റ് സ്വിഫ്റ്റ് അല്ലേ? സ്വിഫ്റ്റ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2012 മോഡൽ സ്വിഫ്റ്റ് LDI. ഡീസലാണ്. 2012 ഡീസൽ സ്വിഫ്റ്റ്. അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ വരുമ്പോൾ 78 ആണ്. 78,000 കിലോമീറ്റർ. ജനുവൻ കിലോമീറ്റർ ആണല്ലോ? അതെ, കിലോമീറ്റർ ജനുവൻ ആണ്. LDI മോഡലാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് LDI ആകുമ്പോഴത്തേക്കും പവർ വിൻഡോ ഒന്നും വരില്ല. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുള്ളൂ. ഓക്കെ. ടയർ കണ്ടീഷൻ ഏതാണ്ട് ഒരു 80% ടയർ ഉണ്ടല്ലോ? അതെ. ടയർ ബാക്ക് ആവറേജ് ആണ്. ബാക്ക് ആവറേജ് ആണ്. ഫ്രണ്ട് കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2.5 ചോദ്യം. അതെ. നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. സജയുടെ നെക്സ്റ്റ് ഗ്രാൻഡ് ഐറ്റൻ. 2015 മോഡൽ മാഗ്ന. 15 മാഗ്ന. സിംഗിൾ ഓണർഷിപ്പ്. ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 59. മൊത്തം 15 കിലോമീറ്റർ. കമ്പനി സർവീസ് അല്ലേ? കമ്പനി സർവീസ്. 1.2 കാപ്പ എഞ്ചിനാണ് വരുന്നത് അല്ലേ? മാഗ്ന വേരിയന്റ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ഫ്രണ്ട് ടയർ അത്യാവശ്യം കുഴപ്പമില്ല. ബാക്ക് ആവറേജ് ആണ്. ആവറേജാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഫ്രണ്ട് കണ്ട് പുത്തൻ ടയർ ഉണ്ട്. അതെ. ഓക്കെ. പിന്നെ സീറ്റ് ഇന്റീരിയർ ആണെങ്കിലും ക്വാളിറ്റി ഉള്ളതാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് വർക്ക് ഉണ്ട്. ഉണ്ട്. ഇതിനകത്ത് JVC സ്റ്റീരിയോ ഉണ്ട്. അതിനകത്ത് 4 ഡോർ പവർ ഉണ്ട്. പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ടല്ലേ? അതെ. അപ്പോൾ വേറെ മേജറായിട്ട് കാര്യങ്ങളൊന്നുമില്ല? ഇല്ല, വേറെ ഒന്നും വരുന്നില്ല. ഓക്കെ. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് ഗ്രാൻഡ് ആയിട്ട് എങ്ങനെയാണ് പ്രൈസ്? ഇത് 340. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ഫിനാൻസോ?
ഫിനാൻസ് നമുക്കിത് 2015 ആയതുകൊണ്ട് 4 കൊല്ലത്തേക്ക് ചെയ്യാൻ പറ്റും. അല്ല എമൗണ്ട് എത്ര കിട്ടും ഉദ്ദേശം? 90% വരെ വണ്ടി ചെയ്യാം. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് മാനുവൽ 2016 VXI പെട്രോൾ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 84,000 കിലോമീറ്റർ. 84,000. അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതും KL01 വണ്ടിയാണ്. അതെ. VXI വേരിയന്റ്. ഇന്റർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നീറ്റ് ആയിരിപ്പുണ്ട്. ഇൻബിൾട്ട് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 4x4 കുറച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. ടയർ കണ്ടീഷൻ വന്നിട്ട് ഒരു 50% ടയർ ഉണ്ടല്ലോ. അതെ അതെ. ഓക്കെ. അത്യാവശ്യം ടയറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ്? ഇത് 4,15. 4,15. ഓക്കെ. അപ്പോൾ ഫിനാൻസോ? 2016 ആയതുകൊണ്ട് നമുക്ക് 5 വർഷം ഫിനാൻസ് ചെയ്യാൻ പറ്റും. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. സ്വിഫ്റ്റ് ഡിസയർ. ആ, ഇത് ഡിസയർ ഓട്ടോമാറ്റിക് ആണ്. VXI ഓട്ടോമാറ്റിക്. 2020 മോഡൽ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 67 കിലോമീറ്റർ. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. KL01 രജിസ്ട്രേഷൻ തന്നെയാണ്. ഓക്കെ. വണ്ടി ടയർ കാര്യങ്ങളെല്ലാം നല്ല ടയർ. 80% ടയർ തന്നെ പറയാലോ. അതെ തീർച്ചയായിട്ടും. 4 അങ്ങനെയാണ്. അതെ. സീറ്റ് വർക്ക് ഉണ്ട്, നീറ്റ് ആയിരിപ്പുണ്ട്. ഇതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തേക്കാണ്. ഓക്കെ. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. 4 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്. ഓട്ടോമാറ്റിക് ആകുമ്പോഴും മൈലേജ് എത്ര വരും ചേട്ടാ ഇതിന്? നല്ലൊരു 17 റേഞ്ച് കിട്ടും. AMD അല്ലേ? AMD ആണ്. 17 കിട്ടും. പെട്രോൾ ആണ് കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? പ്രൈസ് 5,85. ആസ്കിംഗ് പ്രൈസ്. അതെ, ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. ഫിനാൻസ് അപ്പോൾ എത്രയോളം കയറും? ഫിനാൻസ് നമുക്ക് ഇതിനകത്ത് 5 വർഷത്തേക്ക് ചെയ്യാം. 5 വർഷം ചെയ്യാൻ പറ്റും. 90% ഫിനാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് മാരുതിയുടെ 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും ഉണ്ടാവും. എല്ലാം വരുന്നുണ്ട്. ചേട്ടാ നെക്സ്റ്റ് ബലാനോ എങ്ങനെയാ ഡീറ്റെയിൽസ്? ബലാന 2018 മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 28,000 കിലോമീറ്റർ. ഡെൽറ്റ വേരിയന്റ് ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? ഏതാ? റീപ്ലേസ്മെന്റ് ആക്സസറി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നീറ്റ് ആയിരിപ്പുണ്ടല്ലേ വണ്ടി? വണ്ടി വൃത്തിയുണ്ട്. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ടയർ കണ്ടീഷൻ ഒരു 80% ടയർ ഉണ്ട്. ഓക്കെ. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നീറ്റ് ആയിരിപ്പുണ്ട്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, 4 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ടല്ലോ കേട്ടോ. അതെ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് അപ്പോൾ പ്രൈസ്? ഇതിന്റെ പ്രൈസ് 5,80. നമുക്ക് ഇതിനകത്ത് 1 ഇയർ വാറണ്ടി കൊടുക്കാം. പോപ്പുലർ വാറണ്ടി 1 ഇയർ പോപ്പുലർ വാറണ്ടി കൊടുക്കാം. പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ. അതെ. അപ്പോൾ ഫിനാൻസ് എങ്ങനെയാണ്? ഫിനാൻസ് നമുക്ക് 2018 5 വർഷത്തേക്ക് ചെയ്യാം. 90% ഫണ്ടിങ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ. ഇത് ഓട്ടോമാറ്റിക് ആണ്. ZXi ടോപ്പ് എൻഡ് തൊട്ട് താഴെ. ZXi പ്ലസ് അല്ലേ ടോപ്പ് എൻഡ് വരുന്നത്? അപ്പോൾ മോഡൽ 2018 വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 52,000. അതെ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? കാര്യങ്ങളൊന്നുമില്ല. ടൈലിലും ചെറിയ ക്രാക്ക് ഉണ്ട്. അതുണ്ട്. ഓക്കെ. ടൈലും ചെറിയ ഡാമേജ് ഉണ്ട്. ഈ സൈഡിലുണ്ട് അല്ലേ? വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അലോയ്സ് വരുന്നുണ്ട്. ടയർ ഏതാണ്ട് ഒരു 80-85% ടയർ ഉണ്ട്. ZXi ആണ്. ഇതിനകത്ത് നമ്മുടെ പുഷ് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കീലസ് എൻട്രി, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, 4 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, ABS എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. ഓക്കെ. കീലസ് എൻട്രി വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രൈസ് ചേട്ടാ? ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 6,25. അതെ. ടോപ്പ് ആൻഡ് വെഹിക്കിൾ. ഓക്കെ. അപ്പം എങ്ങനെ ഫിനാൻസ് നമുക്ക് 5 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്ന വാറണ്ടി കാര്യങ്ങളെല്ലാം വാറണ്ടി നമ്മുടെ ഓട്ടോ കൊണ്ട് വാറണ്ടി കൊടുക്കാം. 1 വർഷത്തെ ഓട്ടോ കൊണ്ട് വാറണ്ടി കൊടുക്കാം. ഫ്രീ സർവീസ് ഉണ്ടാകത്തില്ല. ഓട്ടോ കൊണ്ട് വാറണ്ടി കൊടുക്കാം. ഫ്രോൺസ് അല്ലേ? ഫ്രോൺസ് എങ്ങനെ ഡീറ്റെയിൽസ്? ഫ്രോൺസ് ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണ്. മോഡൽ ഏതാ? മോഡൽ 2023. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 42,000 കിലോമീറ്റർ. ഇതിന്റെ ടയർ സൈസ് പ്രൊഫൈൽ കൂട്ടിട്ടുണ്ടല്ലേ? അതെ. അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC, 4 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെ ഫ്രോൺസിന്റെ പ്രൈസ് വരുന്നത്? വരുന്നത് നമുക്ക് 8,35. ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. അപ്പോൾ ഫിനാൻസ് 5 വർഷത്തെ ഫിനാൻസ് ചെയ്യാം. വാറണ്ടി മാരുതിയുടെ 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് എല്ലാം വരുന്നു. ടൊയോട്ട ഗ്ലാൻസ് എങ്ങനെ? ഇത് 2022 മോഡൽ. ഓട്ടോമാറ്റിക്. വി ആണല്ലേ? വി ഓട്ടോമാറ്റിക്. അടുത്ത ഓട്ടോമാറ്റിക്. വീണ്ടും ഒരു ഓട്ടോമാറ്റിക് കൂടി. ഓട്ടോമാറ്റിക് നല്ല കളക്ഷൻ ഉണ്ട്. നല്ല കളക്ഷൻ ഉണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 20,000 കിലോമീറ്റർ. KL01 വണ്ടിയാണ്. വി ആണ് വേരിയന്റ്. വി വേരിയന്റ്. അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 60-70% ടയർ ഉണ്ട്.
ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. ഫാബ്രിക്കാണ്, മെയിൻറ്റൈൻഡ് ആണ്, നീറ്റ് ആയിരിക്കും. ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 4x4 പോർഷൻ, സ്റ്റീർ മൗണ്ട് കൺട്രോൾസ്, ഫുഡ് സ്റ്റാർട്ട്, കീലെസ് എൻട്രി എല്ലാം വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. ആ, VA അല്ലേ വരുന്നത്? അതെ, 360 ക്യാമറ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പ്രൈസ്? ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 8.55 ചെയ്യാം. 8.55 ആസ്കിംഗ് പ്രൈസ് അല്ലേ? ഓക്കെ. ഫിനാൻസോ? ഫിനാൻസ് നമുക്ക് 5 വർഷത്തെ ഫിനാൻസ് ചെയ്യാം. പോപ്പുലർ വാറണ്ടി 1 വർഷത്തെ പോപ്പുലർ വാറണ്ടി കൊടുക്കാം. ചേട്ടാ നെക്സ്റ്റ് സ്വിഫ്റ്റ് അത് ZX പ്ലസ് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്കിന്റെ കളക്ഷനേ ഉള്ളൂ. ZX പ്ലസ് ടോപ്പ് വണ്ടി. ഓക്കെ, അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 80% ടയർ ഉണ്ട്. 2021 മോഡലാണേ. മോഡൽ ഏതാ? 2021. ഓണർഷിപ്പ് കിലോമീറ്റർ കേട്ടോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ 52,000. ഇതും KL01 ട്രിവാൻഡ്രം വണ്ടി തന്നെയാണ്. അതെ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, വേറൊന്നുമില്ല. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റ് ആയിപ്പോണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, 4x4 ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, സ്റ്റീർ മൗണ്ട് കൺട്രോൾസ്, ഫുഡ് സ്റ്റാർട്ട്, കീലെസ് എൻട്രി എല്ലാം വരുന്നുണ്ടല്ലോ. ഓക്കെ, എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. എങ്ങനെ പ്രൈസ് അപ്പം? ഇത് 6.95. 6.95 നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. ഫിനാൻസോ? ഫിനാൻസ് നമുക്ക് 5 വർഷത്തെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. മാരുതിയുടെ വാറണ്ടി ഉണ്ട്. വരുന്നുണ്ട്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. അപ്പം സജീവയുടെ വീഡിയോ വൈൻഡ് അപ്പ് അല്ലേ? നമ്മൾ കാണിച്ചാൽ കുറേ വണ്ടികൾ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ഒത്തിരി വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റോക്കായി അത്യാവശ്യം ഓട്ടോമാറ്റിക് ആയാലും മാനുവൽ ആയാലും ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വണ്ടികൾ കാണിച്ചിട്ടുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ കളക്ഷൻ ഉണ്ട്. സ്വിഫ്റ്റ് ആയാലും വാഗണാർ ആയാലും ഒരുപാട് വണ്ടി കളക്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ കാണാം. ശരി, തീർച്ചയായിട്ടും.